നമുക്കിത് വളരെ ടേസ്റ്റി ആയൊരു വെളുത്തുള്ളി വെച്ചുള്ള അച്ചാറിൻ്റെ റെസിപ്പി നോക്കാം. നല്ല ടേസ്റ്റാണ് ഇതിന്. അതുപോലെ നമ്മൾ ഇതേ രീതിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ അച്ചാർ ഒരുപാട് കാലം കേടുകൂടാതെ സൂക്ഷിച്ചു വെക്കാൻ പറ്റും കേട്ടോ. ഞാൻ ഇതേപോലെ അച്ചാർ ഉണ്ടാക്കിയിട്ട് 1-2 വർഷം വരെയൊക്കെ കേടാവാതെ നിന്നിട്ടുണ്ട്. നിങ്ങൾ ഇതേപോലെ ഉണ്ടാക്കി നോക്കണേ, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ അറിയിക്കണം. അതുപോലെ ആദ്യമായി എൻ്റെ വീഡിയോ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങൾക്കിഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോയില്ലേ. നമുക്കിനി ഈ അച്ചാർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ എടുത്തത് 1.5 കിലോ വെളുത്തുള്ളിയാണ്. ഇതെല്ലാം തൊലിയെല്ലാം കളഞ്ഞ ശേഷം വൃത്തിയാക്കിയെടുത്ത് ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലോണം 2-3 തവണ പച്ചവെള്ളത്തിലൊന്ന് കഴുകിയെടുക്കണം. അതിനുശേഷം നല്ലോണം വെള്ളം തിളപ്പിച്ചെടുത്തിട്ട് അതിലിട്ടൊന്ന് കഴുകി തുടച്ചെടുക്കണം. നമ്മൾ ഏത് അച്ചാർ ഉണ്ടാക്കുമ്പോഴും കുറേ കാലം കേടാവാതിരിക്കാൻ എല്ലാ ഇൻഗ്രീഡിയൻസും നല്ലോണം ചൂട് വെള്ളത്തിലൊന്ന് കഴുകി വൃത്തിയാക്കി തുടച്ചെടുക്കണം കേട്ടോ. അതിൽ ജലാംശം ഒട്ടും ഉണ്ടാകാൻ പാടില്ല. ഞാനിവിടെ നല്ല ചൂട് വെള്ളത്തിൽ, തിളയ്ക്കുന്ന വെള്ളത്തിൽ വെളുത്തുള്ളി മുഴുവൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് ഊറ്റിയെടുത്ത് ഒരു കട്ടിയുള്ളൊരു തുണിയിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. മുഴുവൻ വെളുത്തുള്ളിയും നമുക്ക് ഇതേപോലെ ഊറ്റിയെടുക്കാം. അതിനുശേഷം അതിലേക്ക് തൊലി കളഞ്ഞ ഇഞ്ചിയാണ് എടുത്തത്. ഇഞ്ചി ഞാനിവിടെ 150 ഗ്രാം എടുത്തിട്ടുണ്ട്. 1.5 കിലോന് 150 ഗ്രാം ഇഞ്ചിയാണ് എടുത്തത്. അതും ചൂടുവെള്ളത്തിലിട്ട് കഴുകിയ ശേഷം അതേ തുണിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനെടുത്തത് പച്ചമുളകാണ്. അത് ഒരു എരിവുള്ള പച്ചമുളകാണിത്. അതുകൊണ്ട് ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ. ഒരു 10-20 പച്ചമുളക് എടുത്തിട്ടുണ്ട്. എരിവില്ലാത്തതൊക്കെ ആണെങ്കിൽ നമുക്ക് കൂടുതൽ എടുക്കാം കേട്ടോ. പിന്നെ കറിവേപ്പില ഞാൻ അതേപോലെ തന്നെ ചൂടുവെള്ളത്തിലിട്ടൊന്ന് എടുക്കുന്നുണ്ട്. കറിവേപ്പില നമ്മൾ ചൂടുവെള്ളത്തിലിട്ട് എടുക്കുമ്പോൾ പിന്നെ എടുക്കുമ്പോൾ അത് കളർ അങ്ങ് മാറിപ്പോകും. കുഴപ്പമില്ല. എന്നാലും ഇതെല്ലാം നമുക്ക് ചൂടുവെള്ളത്തിലിട്ട് നല്ലോണം ഒന്ന് കഴുകിയെടുത്ത ശേഷം തുടച്ച് വേണം അച്ചാറുണ്ടാക്കാനായിട്ട് എടുക്കുക. ഇതാണ് നമ്മൾ അച്ചാർ കുറേ കാലം കേടാവാതെ സൂക്ഷിച്ച് വെക്കാനുള്ള ടിപ്പുകളിലൊന്ന്. ഇതാ ഞാൻ എല്ലാം ഇതേപോലെ തുണിയിൽ നിരത്തിയിട്ട് തുടച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അച്ചാർ ഉണ്ടാക്കാനുള്ളൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് 150 ഗ്രാം നല്ലെണ്ണയാണ് ഒഴിച്ച് കൊടുത്തത്. നല്ലോണം ചൂടാകുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. 2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടി വരുമ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച മുളക് ചെറുതായി മുറിച്ചിട്ടതും ഇഞ്ചി ചെറുതായി മുറിച്ചിട്ടതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ല, കറിവേപ്പില ചൂടുവെള്ളത്തിലിട്ട് കഴുകി തുടയ്ക്കുമ്പോഴേക്ക് കളറെല്ലാം അങ്ങ് മാറിപ്പോയിട്ടുണ്ട്. കുഴപ്പമില്ല. ഇനി നമുക്കിത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം. ഇഞ്ചിയുടെയൊക്കെ പച്ച ചുവ മാറുന്ന വരെ നമുക്ക് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം. അതിന് ശേഷം മാത്രമേ നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസൊക്കെ ചേർത്ത് കൊടുക്കേണ്ടുള്ളൂ. ഞാനിത് വെളുത്തുള്ളി ആദ്യം വഴറ്റിയൊന്നും എടുക്കുന്നില്ല കേട്ടോ. വെളുത്തുള്ളി നേരിട്ട് തന്നെയാണ് അച്ചാറിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പം നമ്മുടെ ഇഞ്ചിയുടെയൊക്കെ പച്ച ചുവ നല്ലോണം മാറി വന്നിട്ടുണ്ട്, നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഓരോരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ചേർത്ത് കൊടുക്കുക. ആദ്യം ഞാൻ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മളെപ്പോഴും തീ കുറച്ച് വെക്കണേ. പിന്നെ മുളക് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ കാശ്മീരി മുളകും 2 ടേബിൾ സ്പൂൺ എരിവുള്ള മുളകും ആണ് ചേർത്ത് കൊടുത്തത്. അത് നല്ലോണം ഒന്ന് അരച്ചെടുത്ത ശേഷമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇങ്ങനെയാകുമ്പോൾ ആ അച്ചാറിന് നല്ലൊരു കൊഴുപ്പും കട്ടിയൊക്കെ കിട്ടും. നമ്മൾ അരച്ചെടുക്കുമ്പോൾ മാത്രമല്ല, ഈ മുളകൊന്നും പെട്ടെന്ന് കരിഞ്ഞു പോവുകയില്ല. ഇപ്പം മുളകിൻ്റെ കളറൊക്കെ ഒരു ലൈറ്റ് കളറാണ്. ഇനി നമുക്കിത് നല്ല ഡാർക്ക് കളറായി എണ്ണ തെളിയുന്നവരെ ഇതിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ മുളകിൻ്റെയൊക്കെ കളറെല്ലാം മാറി വരുന്നില്ലേ. ഇനി ഇത് നല്ല ഡാർക്ക് കളറാകുന്നവരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. കണ്ടില്ലേ, ഇപ്പം നല്ല പാകത്തിനായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നിറയെ ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ കായവും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 3 ടേബിൾ സ്പൂൺ കടുക് ചതച്ച് വെച്ചതാണിത്, അതുകൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി ഇതും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ആ എണ്ണയിൽ കിടന്ന് തന്നെ ഇതൊന്ന് മൂത്ത് കിട്ടുന്നവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം നമുക്കതിലേക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം. പിന്നീട് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വിനാഗിരിയാണ്. അത് ഞാനിവിടെ 1 കപ്പ് വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ ശർക്കരപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത്. എന്നിട്ട് നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. അതിലേക്ക് ഞാൻ 1/2 കപ്പ് തിളച്ച വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം.
ഈ സമയം നമുക്കിതിന് എന്തെങ്കിലും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കട്ടോ. ഞാനിപ്പോൾ നോക്കിയപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, ഞാൻ അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ടേബിൾ സ്പൂൺ കൂടി ശർക്കരപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് എന്തെങ്കിലും വേറെ കാര്യങ്ങളൊക്കെ വേണമെന്നൊക്കെ നോക്കാം. ഇപ്പോൾ എനിക്ക് എല്ലാം പാകത്തിനാണുള്ളത്. ഇപ്പം നമ്മുടെ കൂട്ടെല്ലാം ഇവിടെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് കഴുകി തുടച്ച് വെച്ച വെളുത്തുള്ളി അങ്ങ് ചേർത്ത് കൊടുക്കാം. കുറച്ച് വെളുത്തുള്ളി ചേർത്ത് ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ബാക്കിയുള്ള വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി നല്ലോണം അങ്ങ് തിളപ്പിച്ച് വേവിക്കണ്ട കേട്ടോ. ചെറുതായി ഒന്ന് ഈ തിള വരുന്നവരെ ഒന്ന് ചൂടാക്കിയാൽ മതി. നമ്മൾ എന്ത് അച്ചാർ ഇടുകയാണെങ്കിലും അതിരുന്ന് ചീഞ്ഞ് പിടിക്കണം, എന്നാലേ അതിന് ടേസ്റ്റ് ഉണ്ടാവും. അല്ലാണ്ട് നമ്മൾ ആദ്യം തന്നെ അങ്ങ് വേവിച്ച് അച്ചാർ എടുക്കുകയാണെങ്കിൽ അതിനൊരു ടേസ്റ്റും ഉണ്ടാവില്ല. പിന്നെ നമ്മളിത് കുറേ കാലം സൂക്ഷിച്ച് വെക്കുമ്പോൾ ഇതിൽ തന്നെ കിടന്ന് അച്ചാറിന് ടേസ്റ്റ് കൂടും. നമ്മൾ അച്ചാറൊക്കെ പഴകും തോറല്ലേ ടേസ്റ്റ് കൂടുക. ഇത് നമുക്ക് തിളയ്ക്കാനായിട്ടൊന്ന് അല്പം ഒന്നിങ്ങനെ മാറ്റി കൊടുക്കാം. ഞാൻ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അടിയിലുള്ള വെളുത്തുള്ളി മേലോട്ടും മേലെയുള്ള വെളുത്തുള്ളി അടിയിലേക്കും ആക്കി ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ പാത്രത്തിൻ്റെ എല്ലാ ഭാഗവും തിള വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം ഗ്യാസ് ഓഫ് ചെയ്തേക്കാം. എന്നിട്ട് ചൂടാറുമ്പോൾ നമുക്ക് നല്ലോണം കഴുകി വെയിലത്ത് വെച്ച് ഉണക്കിയ കുപ്പിയിലേക്ക് ഇട്ട് കൊടുക്കണം. നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാകുന്ന വിചാരിക്കുന്നത് നമ്മുടെ അച്ചാറിനൊക്കെ നല്ല തിക്നെസ് ഉണ്ട്, നല്ല ടേസ്റ്റാണ് കേട്ടോ. അതേപോലെ ഉണ്ടാക്കിയാൽ ഒരുപാട് കാലം നമുക്ക് കേടാവാതെ സൂക്ഷിച്ച് വെക്കാനും പറ്റും. ഇനി നമുക്ക് ഇത് ചൂടാറാനായിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇപ്പം നമ്മുടെ അച്ചാറിൻ്റെ ചൂടൊക്കെ നന്നായിട്ട് ആറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കുപ്പിയിലേക്ക് മാറ്റി കൊടുക്കാം. കുപ്പി ഞാൻ നല്ലോണം കഴുകി ചൂടുവെള്ളത്തിലേക്ക് കഴുകി വെയിലത്ത് വെച്ച് ഉണക്കി വെച്ച കുപ്പിയാണ്. അതൊന്നുകൂടി തുടച്ച ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ 2 കുപ്പിയിലേക്ക് മുഴുവനായിട്ട് ഉണ്ടായിരുന്നു എനിക്ക് അച്ചാർ. ഞാനിവിടെ 2 കുപ്പിയിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അതിന് ശേഷമാണ് നമ്മൾ പ്രധാനപ്പെട്ട ഒരു കാര്യം ചെയ്യുന്നത്. അച്ചാർ കേടാവാതെ വർഷങ്ങളോളം നിൽക്കാനുള്ളൊരു ടിപ്പാണ് അതുകൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഏതാണ്ട് 2 ടേബിൾ സ്പൂണോളം ഒഴിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് അത് നല്ലോണം ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് കടുക് കൂടി അങ്ങ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ കുപ്പിയിൽ സെറ്റാക്കി വെച്ച അച്ചാറിൻ്റെ മുകൾ ഭാഗത്തേക്ക് നിരന്ന് നിൽക്കുന്ന വിധത്തിൽ ഇതങ്ങ് ഒഴിച്ച് കൊടുക്കാം. ഇങ്ങനെ വെച്ചാൽ നമുക്ക് എത്ര കാലം അച്ചാർ പൂപ്പൽ പിടിക്കാതെ സൂക്ഷിച്ച് വെക്കാൻ പറ്റും. കേടാവുകയില്ല, പൂപ്പൽ പിടിക്കുകയില്ല. മേലെ ഇങ്ങനെ എപ്പോഴും ആ എണ്ണയുടെ ഒരു ലെയർ ഇങ്ങനെ നിൽക്കുന്നത് കാരണം പൂപ്പൽ വരികയില്ല. ധൈര്യമായിട്ട് നമുക്ക് വർഷങ്ങളോളം സൂക്ഷിച്ച് വെക്കാൻ പറ്റും. ഇത്രയേ ഉള്ളൂ നമ്മുടെ അച്ചാറിൻ്റെ റെസിപ്പി. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണേ. അതുപോലെ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകല്ലേ. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.